ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇൻഷോട്ടിൽ നമ്മൾ ഈ പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ വരികൾ എഴുതി വിടില്ലേ, അതെങ്ങനെ നോക്കാം. ആദ്യം ഫോട്ടോ വെച്ചാണെങ്കിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത് പിന്നെ ഗാലറി പോയിട്ട് അതിന് മ്യൂസിക്കിൻ്റെ സാധനം നോക്കിയിട്ട് അവിടെ ഗാലറി പോയിട്ട് അതെടുക്കുക. വേണ്ടില്ലേ, ഇതും അതേപോലെ ഒരു മിനിറ്റ് ആക്കി വെക്കും. എന്നിട്ട് ഇനി നമ്മൾ ആ പാട്ടിൻ്റെ വരികൾ അതേപോലെ എഴുതി കൊടുക്കും. പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണോ എഴുതുന്നത് അതേ കണക്കിൽ. എന്നിട്ടിപ്പം ആ ഒരു ടീന്ന് കണ്ടില്ലേ ടെസ്റ്റിൻ്റെ, അത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി പാട്ടിൻ്റെ വരികൾ ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തതാണ്. എന്നിട്ട് അപ്പം ആ പാട്ടിൻ്റെ വരി അത്രത്തോളം അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇങ്ങനെ എത്രത്തോളം വരി ഉണ്ട് എന്ന്. എന്നിട്ട് അതിങ്ങനെ നീട്ടി വലിച്ചു എന്നിട്ട് അടുത്ത വരി അതേപോലെ ആ ടെസ്റ്റിൻ്റെ നിൽക്കുക. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ഒരു അനിമേഷനൊക്കെ ഉണ്ടല്ലോ അത് ഫുള്ളാക്കിയിട്ട് കൊടുക്കുക ആദ്യം. അത് ഫസ്റ്റിക്കത്തെ അതിന് ഓർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അത് ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് കൊടുത്തില്ലേ, രണ്ടാമത് കൊടുത്തല്ലോ, അതേ കണക്കിന് പിന്നെ ഈ ടെസ്റ്റിനൊക്കെ ഒരു വരി അവിടെ ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തെ ആ പാട്ട് എത്രത്തോളം ഉണ്ട് അത്രയും അത് നീട്ടി കൊടുക്കുക. എന്നിട്ട് അടുത്ത വരി ഇതേപോലെ തന്നെ കൊടുക്കുക. ഇങ്ങനെയാണ് കൊടുത്താൽ മതി. സംഭവം സെറ്റാണ്. ഇൻഷോട്ടിലാണ് ഏറ്റവും സുഖം. ടിപ്പ് ടിപ്പ് ബർസ പാനി. ഇനിയും ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്യും. കുറച്ച് ഒരു 2-3 മിനിറ്റ് പണിയുണ്ട്. റിസ്ക് എടുത്താലല്ലേ നല്ല റീൽസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാർ പിന്നെ ഒറ്റ സ്ക്രീൻ തന്നെ ഫുള്ള് വരി കൊടുത്തിട്ട് അതും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒരു വെറൈറ്റി രസം കാണാൻ. ഇങ്ങനെ പാട്ടിനനുസരിച്ച് വരികൾ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ രസമല്ലേ. മേരി ധഡ്കൻ. ഞാനിതിങ്ങനെ പിന്നെ ഇത് ഈ വരികൾ ഈ സ്ക്രീനെക്കാട്ടി വലുപ്പമാകുമ്പം നമ്മൾ ഇങ്ങനെ സെൻറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഓരോരോ ഘട്ടാക്കിയാൽ മതി. അപ്പം ഇത് കിട്ടും വരികൾ. പിന്നെ വരി കൊടുത്തതിന് ശേഷം അവിടെ എഡിറ്റ് കാണുന്നില്ലേ, അതിനകത്ത് ക്ലിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് കളറ് മാറ്റാം, വലിപ്പം കൂട്ടാം ഒക്കെ ചെയ്യാം. ഇനി മനസ്സിലാകാത്തൊരു കമൻറ്റ് ചോദിച്ചാൽ മതി. ഇപ്പോൾ കമൻറ്റിൽ വോയിസിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് പറയുകയും ചെയ്യാം. ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ, ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ. ങ്ങൾ